ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് 5-6 വയസ്സായ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു കുഞ്ഞു ഫ്രോക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെസ്റ്റ് പാർട്ടും സ്കർട്ട് പാർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ചെസ്റ്റ് പാർട്ടാണ്. അപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട്, അതായത് ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട്. ഇനി നമുക്കതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ 2 പാർട്ടും നമ്മൾ ഒന്ന് മടക്കി ഇതുപോലെ എടുക്കാം. അപ്പോൾ നമുക്ക് 4 ഭാഗം വരും. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വേണമെങ്കിൽ നമുക്ക് പ്രത്യേകം കട്ട് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തു. ലെങ്ത് ഞാനിവിടെ 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 11.5 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് പോവും. 11 ഇഞ്ച് ആവശ്യമുണ്ട്. വിഡ്ത്ത് ഞാനിവിടെ 7.5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് കഴുത്തകലം 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോള് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. നെക്ക് ഞാനിവിടെ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെയും ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തു. ദെൻ നമുക്ക് താഴ്ഭാഗം 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് നമുക്കതൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. ദെൻ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രോക്കിൻ്റെ ചെസ്റ്റ് പാർട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് മാറ്റിയതിന് ശേഷം ബാക്ക് പാർട്ട് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിലാണ് നമ്മൾ ഓപ്പൺ ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കി 3 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തിട്ട് നമുക്കവിടെ ഒരു കട്ടിങ് കൊടുക്കാം. അവിടെയാണ് നമ്മൾ ബട്ടൺ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. അപ്പോൾ ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് പാർട്ടിൽ വയ്ക്കാനുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ദെൻ ഇതാണ് നമ്മുടെ സ്കർട്ട് പാർട്ട്. സ്കർട്ട് പാർട്ടിൻ്റെ ലെങ്ത് 15 ഇഞ്ചും വിഡ്ത്ത് ഞാനിവിടെ 30 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെങ്ത് കൂട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് ലെങ്ത് കൂട്ടിയെടുക്കാം. അപ്പോൾ സ്കർട്ട് പാർട്ട് 2 പാർട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടും ലൈനിങ്ങും ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അതിനുശേഷം നമുക്കിതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇത് നല്ല വശം വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കട്ടിങ് കൊടുക്കുന്നത്. ഇതിനുശേഷം നമുക്ക് നല്ല വശം തിരിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ നല്ല വശം തിരിച്ചെടുത്തു. ദെൻ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി നമുക്ക് ഫ്രണ്ട് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ഡോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഷോൾഡറിൻ്റെ ഹാഫിൽ വെച്ചിട്ട് മടക്കിയെടുത്ത് 3 ഇഞ്ച് അകലത്തിൽ നമുക്ക് ഡോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡോട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞു.
ദെൻ നമുക്ക് ഫ്രണ്ടിൻ്റെ ചെസ്റ്റ് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഷോൾഡർ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഞൊറി ഒന്ന് വലിച്ചു കൊടുക്കാം. ആ നൂലൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഞൊറി കറക്റ്റായിട്ട് കിട്ടും. നെക്സ്റ്റ് നമുക്കിത് നമുക്ക് ചെസ്റ്റ് പാർട്ട് ഇതിൽ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്കർട്ട് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടും ഇതുപോലെ സ്കർട്ട് നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞൊറി ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ സ്കർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു ടെയിൽ ഫ്രോക്കിൽ വയ്ക്കാനുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് 15 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്, 2 ഇഞ്ച് വിഡ്ത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ടെയിലും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ഫ്രോക്കിൻ്റെ ഇരുവശങ്ങളും തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ടെയിൽ ഇതുപോലെ നമുക്ക് അകത്തോട്ട് വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്രോക്കിൻ്റെ ഏറ്റവും താഴെ സ്കർട്ട് പാർട്ടിൻ്റെ അരികു വശം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഷേപ്പ് സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് നല്ല വശം പുറത്തോട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.